ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഉലുവ ലേഹ്യമാണ്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ഉലുവ ലേഹ്യം അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അത് കാരണമാണ് ഞാൻ ചെയ്തത്. അത് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമുക്ക് തണ്ടൽ വേദന, പെയിൻ റിലീഫിന് പറ്റിയ ഒരു ലേഹ്യം തന്നെയാണിത്. തണ്ടൽ വേദനയ്ക്ക് മാത്രമല്ല, വേദനകൾക്കൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ പ്രസവശേഷം ഞാൻ പറഞ്ഞിരുന്നല്ലോ, പൂക്കുല ലേഹ്യം, ഉള്ളി ലേഹ്യം ഒക്കെ ഉണ്ടാക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ ഉള്ളിച്ചോറ് തയ്യാറാക്കിയതിന് ശേഷം പറഞ്ഞിരുന്നു, ഉള്ളിച്ചോറ് ഉള്ളി ലേഹ്യം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉലുവ ലേഹ്യം കഴിക്കുക. അപ്പോൾ ഉലുവ ലേഹ്യം കഴിച്ചിട്ട് വെച്ചെങ്കിൽ നമുക്ക് പാലുണ്ടാവാനും നല്ലതാണ് ഉലുവ കഴിക്കുന്നത്. അതുപോലെ ഉലുവക്കഞ്ഞി കഴിക്കുന്നത്. ഉലുവക്കഞ്ഞി ഞാൻ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് ഉലുവ സോക്ക് ചെയ്യാൻ വെക്കുക. ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ നാളെയാണ് തയ്യാറാക്കണമെന്ന് വെച്ചെങ്കിൽ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഒരു 8 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും 8 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഉലുവയാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, നമ്മൾ ഉലുവ നന്നായി കഴുകിയതിന് ശേഷം അതിനകത്ത് വെള്ളം ഒഴിച്ചിടുക. ആ വെള്ളം നമ്മൾ മാറ്റില്ല. ഈ വെള്ളത്തിലാണ് നമ്മൾ വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉലുവയിലുണ്ടല്ലോ, അപ്പോൾ ഒരു ചെറിയ ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. കുക്കറിലാണ് നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ ഓരോ കുക്കറിനും പല വേവാണ്. അപ്പോൾ ഇതിൽ ഞാനൊരു 6-7 വിസിൽ വെക്കുന്നുണ്ട്. നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 100 ഗ്രാം ഉലുവയാണല്ലോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു കണക്കിൽ നമുക്ക് തെങ്ങിൻ ചക്കര തന്നെയാണ് ഞാൻ അവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു 500 ഗ്രാമാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് വേണം, ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുക. അപ്പോൾ ഞാൻ അന്ന് ഉള്ളിലേക്ക് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു അതിനകത്ത് മധുരം കൂടിപ്പോയി എന്ന് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് മധുരം കൂടിയാലും ഞങ്ങൾക്ക് താല്പര്യമാണ്, അത് കാരണം കുഴപ്പമില്ല. പക്ഷെ അധികം അങ്ങ് ഇപ്പോൾ ഉലുവലേക്ക് എന്നൊക്കെ പറയുമ്പോൾ ഉലുവയ്ക്ക് അത്യാവശ്യം അറിയാലോ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത്. ഒരു കയ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ ഇവിടെ ഒരു 500 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടോ കുറയ്ക്കൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊരു തെങ്ങിൻ ചക്കര ഇപ്പം ഒറ്റ പീസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് 500 ഗ്രാമിൻ്റെ തെങ്ങിൻ ചക്കര കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ ആദ്യത്തെ 2 ഗ്ലാസ് നമ്മൾ ഈ ശർക്കര ഉരുക്കാനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെള്ളം വേണം, എന്നാലാണ് ആ ഉലുവയുടെ ഒരു മണമൊക്കെ പോയി നന്നായി കുറുകി വരുള്ളൂ. ഇനി നമുക്ക് നാളികേരം പാല് വേണം. അപ്പോൾ നമുക്ക് ഇത് ഉരുക്കിയെടുക്കാം. അതിന് ശേഷം ഞാൻ നാളികേരത്തിൻ്റെ കണക്ക്. നമ്മുടെ ഉലുവ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉരുക്കാം. അപ്പം ഞാൻ ഇതുപോലെയുള്ള 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. നമുക്കിത് ഉരുക്കിയെടുക്കാം. ഇതൊന്ന് ഉരുകി വരട്ടെ. തെങ്ങിൻ ചക്കര ഉണ്ടല്ലോ, പെട്ടെന്ന് ഉരുകി വരും കേട്ടോ. അത് നമ്മുടെ മൊത്തത്തിൽ ഇതായി വന്നിട്ട് അടിയിൽ നല്ലോണം അത്യാവശ്യത്തിന് നമുക്ക് കല്ലൊക്കെ ഉള്ള ഫീൽ തോന്നുന്നുണ്ട്. ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം, എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തെങ്ങിൻ ചക്കരയൊക്കെ അരിച്ച് എടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ലോണം കല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായി അരിച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ലേഹ്യത്തിൽ കല്ല് കടിക്കും. അതുപോലെ തന്നെ നമ്മളത് ഉലുവ വേവിച്ചത് വെന്ത് വന്നിട്ടുണ്ട്. കറക്റ്റ് കണ്ടില്ലേ, ഒട്ടും വെള്ളമില്ലാതെ തന്നെ ആണ് ആയി വന്നത്. അപ്പോൾ ആ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1.5 ഗ്ലാസ് ഇതുപോലെ ചെറിയ, ഇപ്പോൾ ഇതിൻ്റെ ഒരു 3/4 ഗ്ലാസ് വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ ചെറിയ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളം അങ്ങനെ. അപ്പോൾ ഇതിൽ ഒട്ടും വെള്ളമില്ല. അപ്പോൾ ശ്രദ്ധിക്കണം വെള്ളം ഒഴിക്കുമ്പോൾ. ഞാനിപ്പോൾ ഒരു 6-7 വിസിലാണ് വെച്ചിരുന്നത്. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കുക. അപ്പം ഞാൻ ചൂടാറട്ടെ, അതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉലുവ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം നല്ല ഇതായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉലുവ അരച്ചെടുത്ത് കുറച്ച് നേരം കഴിഞ്ഞ് അതുപോലെ കട്ടിയായി വരും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി നമ്മൾ വേവിച്ചെടുത്തപ്പോൾ ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ വേറെ വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത്. അപ്പോൾ അത് നന്നായി അറിയാവുന്ന ഒരു ലെവല് അരച്ചെടുക്കാം. അതുപോലെ ഇത് നമ്മൾ ഉരുക്കി അരിച്ചെടുത്ത ശർക്കര പാനി, പിന്നെ നമ്മൾ നാളികേരം പാലെടുത്തിട്ടുണ്ട്. 3 നാളികേരത്തിൻ്റെ പാലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു വലിയ നാളികേരമൊക്കെ ആണെങ്കിൽ 2 എടുത്താലും മതിയാവും. മീഡിയമൊക്കെ ആണെങ്കിൽ 3 നാളികേരം എടുക്കാം. നാളികേരം പാല് കൂടിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് വല്ലാണ്ട് കൂടുണ്ടാട്ടോ. 3 നാളികേരമൊക്കെ മതി. 3 നാളികേരത്തിൻ്റെ പാല് ഞാൻ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഇതുകൊണ്ട് ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരിച്ചിട്ടുണ്ടാവും. നമ്മൾ സാധാരണ വെച്ചെങ്കിൽ സാധാരണ ഗ്ലാസ് ആണെങ്കിൽ ഏകദേശം ഒരു 6-7 ഗ്ലാസ് വെള്ളം കേട്ടോ. അത്രയും വെള്ളം നമ്മൾ നാളികേരം പാല് അരച്ചെടുക്കുക. പിന്നെ നമുക്ക് ആവശ്യം നെയ്യ്, അത് ലാസ്റ്റ് കുറച്ച് ഒഴിക്കാൻ ആവശ്യമുള്ളതാണ്.
പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു ടീസ്പൂണിൽ 1 ടീസ്പൂൺ കടുക്, 1.5 ടീസ്പൂൺ ജീരകം, 1.5 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം അയമോദകമാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയമോദകം എന്ന് പറഞ്ഞാൽ വേദനകൾക്കൊക്കെ നല്ല ഒന്നാണ്. അപ്പോൾ അത് നമുക്കൊരു 2 ടീസ്പൂൺ അയമോദകം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് എന്തിനാ അരിപ്പയിൽ എടുത്ത് വെച്ചെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഇതിൽ അഴുക്കുകളൊക്കെ ഒന്ന് പോയി കിട്ടും. നമുക്കിതൊന്ന് കഴുകിയെടുക്കുക. അതിന് ശേഷം മിക്സി ജാറിലിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉലുവ, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉലുവ ഉണ്ടല്ലോ, അത് അതിനകത്ത് ചേർത്ത് കൊടുക്കും. കാരണം അത് അധികം അരച്ചെടുക്കാൻ പറ്റില്ല. നമുക്ക് ചെറിയ ജാറിലായാലും കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് കാരണം നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകിയ കടുകും ജീരകവും അയമോദകമൊക്കെ ജാറിൽ ഇട്ട് കൊടുത്തു. കുറച്ച് ഉലുവ അരച്ച് വെച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് വെള്ളമൊഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പൂക്കുല ലേഹ്യം ചെയ്തപ്പോൾ അന്ന് ഇതിലൊരു മരുന്ന് കൂട്ട് ഞാൻ പറഞ്ഞിരുന്നു. അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ആ മരുന്ന് കൂട്ടിൽ നമ്മൾ മറ്റേ ഈ മഞ്ഞളിൻ്റെ ഉണക്കമഞ്ഞളൊക്കെ കണ്ടിരുന്നില്ലേ നമ്മൾ, അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തും ഇപ്പോൾ നമ്മളിത് വീട്ടിൽ തന്നെ കിട്ടുന്ന ഐറ്റംസ് കൊണ്ട് തയ്യാറാക്കാവുന്നതാണ്. അയമോദകം എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നമ്മൾ വീട്ടിലൊക്കെ മേടിച്ച് വെച്ചാൽ നല്ലതാണ്. നമുക്ക് കറികളിലേക്കും അതുപോലെ ഞാൻ ആലുപൂരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്തൊക്കെ ഞാൻ അയമോദകം ചേർത്തിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത് കാരണം തന്നെ അയമോദകം വീട്ടിൽ അത്യാവശ്യം മേടിച്ച് വെച്ചാൽ നമുക്ക് ഇത് ബാക്കി എല്ലാ ഐറ്റംസും നമുക്ക് വീട്ടിൽ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് തയ്യാറാക്കാവുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഫൈനായിട്ട് അത് അരച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി, റോസ്റ്റഡ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ അരിപ്പൊടി തന്നെ അതൊരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് നമ്മുടെ നാളികേരം പാലൊഴിച്ച് അതിനൊന്ന് ലൂസ് പരിവാക്കി വെക്കാം. നമുക്ക് ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴേ കുറച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കാനാണ്, ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട്. വേറെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. അതുകൊണ്ട് നന്നായിട്ട് നല്ല ലൂസ് പരിവാക്കി കട്ട കെട്ടാതെ ആക്കിയെടുക്കും. അപ്പോൾ കട്ട കെട്ടുകയാണെങ്കിൽ ഒരു അരിപ്പ് എടുത്ത് അരിച്ചോളൂ. അത് നമ്മൾ മുമ്പ് കുറച്ച് നാളികേരം പാൽ ഒഴിച്ചിട്ട് നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ ഒട്ടും തന്നെ കട്ട കെട്ടില്ല കേട്ടോ. നല്ല ലൂസ് പരിവാക്കി എടുക്കുക. അപ്പം ഇനി നമുക്ക് അടുത്തതായിട്ടൊരു ഉരുളി എടുക്കാം. ഉരുളിയിൽ ഞാൻ നമ്മുടെ തെങ്ങിൻ ചക്കര ഉരുക്കിയത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ അരിപ്പൊടി ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് മാത്രം ചേർക്കുന്നില്ല, ബാക്കിയെല്ലാം നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് നാളികേരം പാല് ചേർത്ത് കൊടുക്കാം. നാളികേരം പാല് നമുക്ക് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. നാളികേരം പാല് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇളക്കി ഏകദേശം പാകാവുമ്പോൾ ശരിയായിക്കോളൂ കേട്ടോ. അല്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളത്തിലൊഴിച്ച് അരച്ചെടുത്താൽ മതി. നമ്മളെങ്ങനെ ഉലുവ അരച്ചെടുത്താലും കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ആളിതുപോലെ കട്ടയാവും. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മരുന്നുണ്ടല്ലോ, ജീരകവും ഇതൊക്കെ അത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ മരുന്നും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി ചേർക്കാം. അതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ നമ്മൾ ഉള്ളിലേക്കും തയ്യാറാക്കിയ പോലെയല്ല, കുറച്ചധികം ഉണ്ട്. അപ്പോൾ അത് കാരണം തന്നെ അടുപ്പിൽ വെക്കാൻ സൗകര്യമുള്ളവർ വിറകടുപ്പിൽ വെക്കുന്നതായിരിക്കും നന്നാവുക. കാരണം കുറച്ചധികം നേരം നമുക്കിത് ചെയ്യാനുണ്ട്. ഇതൊന്ന് നമ്മൾ ലേഹ്യമായി വരുന്നവരെ ആക്കിയെടുക്കണം. അത് കാരണം നമുക്കിത് അടുപ്പിൽ വെക്കാം കേട്ടോ. നന്നായി ഉടച്ചെടുത്തതിന് ശേഷം വെക്കാം. പിന്നെ നമ്മൾ ഇളക്കി ചേർക്കുമ്പോഴൊക്കെ ഉടഞ്ഞ് ശരിയായിക്കോളും. ഇപ്പം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നല്ലവണ്ണം തീ കത്തിക്കോട്ടെ. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നല്ല തീ കത്തിക്കൊണ്ടൊന്നും കുഴപ്പമില്ല. ലാസ്റ്റാണ് നമ്മൾ തീയുടെ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഈ ടൈമിൽ നല്ലോണം തീ കത്തിക്കൊണ്ട് ഒരു വിഷമമില്ല കേട്ടോ. നന്നായിട്ട് പെട്ടെന്ന് തിളച്ച് വരാനും പിന്നെ ഇത്രയും അധികം വറ്റി വരണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടില്ലേ, അടുപ്പത്ത് വെച്ചുള്ള ഒരു പ്രശ്നം അതാണ്, വീഡിയോ ക്ലാരിറ്റി ഉണ്ടായിരിക്കില്ല. മാക്സിമം ഇങ്ങനത്തെ ലേഹ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ അടുപ്പ് സൗകര്യമുള്ളവർ അത് ഉപയോഗിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് കേട്ടോ. കാരണം ഒരുപാട് ടൈം വേണം. പിന്നെ നോൺ സ്റ്റിക്കിലൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരു 10-20 മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, വെള്ളമൊക്കെ ഒന്ന് വറ്റി. അപ്പോൾ ഈ സ്റ്റേജ് നമ്മൾ പൊട്ടി തെറിക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ ഏത് ലേഹ്യം ഉണ്ടാക്കിയാലും ഈ ഒരു ടൈം നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കും. ഇപ്പോൾ പൂക്കുല ലേഹ്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നു പൊട്ടിത്തെറിക്കുന്ന ഒരു സ്റ്റേജ് കണ്ടു. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴാണ് പൊട്ടിത്തെറിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ കണ്ടില്ലേ
ഞാൻ ചന്ദ്രനിലേക്ക് പോകാൻ പാകത്തിനൊക്കെ നിൽക്കണം. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ കൈമിൽ നിന്ന് ആവാണ്ടിരിക്കാൻ ഷർട്ട് ഇടുക, അതുപോലെ കൈമ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ കൈമയ്ക്കൊന്നും തെറിക്കില്ല. പിന്നെ കുറച്ചും കൂടി കൊണ്ടുള്ള ഒരു പാത്രമാണെന്ന് വെച്ചെങ്കിൽ കുറച്ചുകൂടി വലിയ ഉരുളി എടുത്തിരുന്നു വെച്ചെങ്കിൽ എങ്കിലും അത് അത്യാവശ്യം പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. എത്ര വലിയ പാത്രം എടുത്താലും പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും, അതൊരു സംശയമില്ല. ഒന്ന് തീ ഒന്ന് കുറച്ച് കൊടുക്കുക, എന്നിട്ട് ഇളക്കി കൊടുക്കുക. അതുപോലെ കയ്യമ്മയൊക്കെ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചുറ്റി കൊടുത്താൽ അധികം കയ്യമ്മ വന്ന് ഇതാവില്ല. ഈ പൊട്ടിത്തെറിക്കലൊക്കെ ഒന്ന് നിന്ന് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ അരിപ്പൊടി ഉണ്ടല്ലോ, അരിപ്പൊടിയിൽ നാളികേരം പാൽ ഒഴിച്ച് വെച്ച് അത് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ അരിപ്പൊടിയുടെ ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കുക. ഇതൊന്ന് നന്നായി കുറുകി വരട്ടെ. ഞാനിത് കാണിക്കാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കാണില്ല, വീഡിയോ പാക്കറ്റൊരു എടുത്തോക്ക് കാരണം ശരിയാണ്. നന്നായി ഒന്ന് കുറുകി വരട്ടെ. അതേതാണ് ഇപ്പോൾ ഇത് ഏകദേശം വറ്റി ഈ ഒരു പരിവായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഗ്യാസിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കുറച്ചും കൂടി നമുക്കൊന്നായി വരണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ലാസ്റ്റ് നെയ്യ് ഒഴിച്ച് കൊടുക്കണം വേണ്ടത്. നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് നെയ്യൊന്നും ആവശ്യമില്ല, കുറച്ചൊന്ന് ഇതായിട്ട് ഇരിക്കാനുള്ള ഒരു നെയ്യ്. ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായി ഇളക്കി ചേർക്കാം. കുറച്ചും കൂടി ഒന്നൊരു ഡാർക്ക് കളർ വരണം, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ പൂക്കുല ലേഹ്യം തയ്യാറാക്കിയപ്പോൾ നമുക്ക് നന്നായിട്ട് നാളികേരം പാല് തെളിഞ്ഞു, നാളികേരം പാൽ ഇങ്ങനെ തിളച്ചിട്ട് എണ്ണ തെളിഞ്ഞു വന്നു. അപ്പോൾ ഇതിൽ അത്ര അധികം അങ്ങോട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒഴിച്ച നെയ്യിൻ്റെ ആ ഒരു ഇതന്നെ ഉള്ളൂ. അപ്പോൾ ഗ്യാസ് വയ്ക്കുമ്പോൾ ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുക, അതിന് ശേഷം പതുക്കെ. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയാൽ പിന്നെ നമ്മൾ അധികം തീയാക്കരുത്, ചെറിയ ഇതിൽ നന്നായി ഇളക്കി കൊടുക്കുക. പൂക്കുല ലേഹ്യത്തിൻ്റെ ഇപ്പം നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ പൂക്കുല ലേഹ്യം കടകളിൽ നിന്നും മേടിക്കുന്നതായിട്ടും എന്തുകൊണ്ടും ടേസ്റ്റ് കൂടുതൽ തന്നെയാണ്, അതിലൊരു സംശയമില്ല കേട്ടോ. അതുപോലെ ഉള്ളി ലേഹ്യം നല്ല ടേസ്റ്റ് അല്ലേ. ഉള്ളി ലേഹ്യത്തിന് ഒരു ഇത്തിരി കയപ്പുണ്ട്, എങ്കിലും കുഴപ്പമില്ല, ഗുണമുണ്ട്. അപ്പം അത് കാരണം എത്ര ശർക്കരപ്പാനി ഒഴിച്ചാലും ഉലുവയുടേതായ ഒരു ചെറിയൊരു കയ്പ്പ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ചെറു തീയിൽ കുറച്ചും കൂടി ഒന്ന് ആയിക്കോട്ടെ. നമ്മൾ ആക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഈ സൈഡുകളിലൊക്കെ അപ്പോൾ തന്നെ നമ്മൾ ഒരു ചെറിയ ടീസ്പൂൺ എടുത്തപ്പോൾ ഇങ്ങനത്തെ ഇതുകൊണ്ടൊക്കെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ചെറിയ ടീസ്പൂൺ എടുത്തിട്ട് കറക്റ്റായിട്ട് ഈ മൂലകളിൽ നിന്നെല്ലാം എടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഇത് മാറും. ചിലപ്പോൾ അത് അവിടെ ഇരുന്ന് കരിയും, പിന്നീട് നമ്മൾ എടുക്കുമ്പോൾ അത് ഇതിനകത്ത് ചാരും. അപ്പോൾ അതൊക്കെ നമ്മൾ അതേ ടൈമിൽ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കളർ മാറിയിട്ടുണ്ട് അല്ലേ, ഒന്നും കൂടി ആയിക്കോട്ടെ, കുറച്ചും കൂടി ഒന്നായി വരട്ടെ. അപ്പോൾ 100 ഗ്രാമിൻ്റെ ഒരു കണക്കാണ്. അപ്പോൾ അത്യാവശ്യത്തിനൊക്കെ ഉണ്ട് നമുക്ക് ലേഹ്യമായി വരുമ്പോൾ. നമ്മുടെ പൂക്കുലയിലൊക്കെ അന്ന് നമ്മൾ ചെയ്തപ്പോൾ ഒരുപാട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് വന്നില്ല കേട്ടോ, അധികം എണ്ണ തെളിഞ്ഞ് വന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തു. അപ്പോൾ നമ്മൾ ആക്കുമ്പോൾ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം, എന്നാലാണ് നമുക്കത് കറക്റ്റ് ഇതായി വരും, അല്ലെങ്കിൽ അടി പിടിക്കുകയൊക്കെ ചെയ്യും, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. നമ്മൾ തിരിച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്താൽ അതിൻ്റെ ആ ഒരു പാകം കളറാവുന്ന വരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക തന്നെ വേണം. അപ്പോൾ ഈ ഒരു പരിവായിട്ടുണ്ട്. കുറച്ചും കൂടി നമുക്കൊന്ന് ആക്കി കൊടുക്കാം. മൊത്തം നമ്മളൊരു 5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് കൂടുതൽ കിടന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, നെയ്യ് നല്ലത് തന്നെയാണ്. നമ്മൾ തീ ഓഫ് ചെയ്തു. ഇപ്പോൾ ആയി വന്നിട്ടുണ്ട് നമ്മൾ ഉരുവിലേക്ക് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഈ ഒരു പരിവട്ടോ അതല്ലേ, ഈ ഒരു പരിവം വരണം. കുറച്ചും കൂടി ഡ്രൈ ആയി പോയാൽ, ഒന്നും കൂടി ആയി കഴിഞ്ഞാലേ ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായി കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.